Our next topic is dimension of a vector space. ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണെന്നുള്ളതിൻ്റെ സംഭവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ: ലെറ്റ് ക്യാപിറ്റൽ ബി എ ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി. അതായത് നമുക്ക് ഒരു ബി ഉണ്ട്, അതെന്താണ് നമ്മുടെ വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസ് ആണ്. അപ്പോൾ ഒരു സെറ്റ് മറ്റൊരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ആ ബി എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സ്പാൻ ഓഫ് ബി ഈക്വൽ ടു വി വരും വേണം. അപ്പോൾ ഓരോ ടേംസ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മുന്നേ പഠിച്ച കാര്യങ്ങൾ വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബി എന്ന് പറഞ്ഞാൽ ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് വി എടുത്തു. ഇഫ് ബി ഈസ് ഫൈനൈറ്റ്, ബി എന്താണ്? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് നമ്മളുടെ ബിയിലുള്ളതെന്ന് വിചാരിക്കുക. ദെൻ ദി വെക്റ്റർ സ്പേസ് വി ഈസ് കാൾഡ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. അപ്പോൾ ബിയുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനനുസരിച്ചാണ് നമ്മളുടെ വെക്റ്റർ സ്പേസ് വിയുടെ ഡയമെൻഷൻ പറയുക. കാരണം എന്തുകൊണ്ടാണ്? ബി ഈസ് എ ബേസിസ് ഓഫ് അവർ വെക്റ്റർ സ്പേസ് വി. ആൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി ഈസ് കോൾഡ് ഡയമെൻഷൻ ഓഫ് വി. അപ്പോൾ ബിയിലെ എലമെൻറ്റ്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ആ വെക്റ്റർ സ്പേസ് ബിയുടെ ഡയമെൻഷൻ എന്ന് വെച്ചാൽ. ഇഫ് ബി ഹാസ് എൻ വെക്റ്റേഴ്സ്, ബിയിൽ എൻ വെക്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ദി വെക്റ്റർ സ്പേസ് വി ഈസ് കോൾഡ് എൻ ഡയമെൻഷണൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെക്റ്റർ സ്പേസ് വി എന്തായിരിക്കും? എൻ ഡയമെൻഷൻ ആയിരിക്കും. ആൻഡ് റിട്ടൺ ആസ് ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു എൻ. ഓക്കെ, അപ്പോൾ ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ആ വെക്റ്റർ സ്പേസ് വിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബി എന്താണ്? ബി ഈസ് എ ബേസിസ് ഓഫ് അവർ വെക്റ്റർ സ്പേസ് വി. ഓക്കെ, ഇഫ് ദ ബേസിസ് ബി ഈസ് ഇൻഫൈനൈറ്റ്, ഇനി നമ്മുടെ ബേസിസ് വി എന്താണ്? ഇൻഫൈനൈറ്റ് ആണെന്ന് വിചാരിക്കുക. ദെൻ ദ വെക്റ്റർ സ്പേസ് വി ഈസ് കാൾഡ് ഇൻഫൈനൈറ്റ് ഡയമെൻഷൻ. നെക്സ്റ്റ്, വി ഈക്വൽ ടു സിംഗിൾട്ടൺ സീറോ, സീറോ വെക്റ്റർ മാത്രമേ ഉള്ളൂ വിയിൽ എങ്കിൽ we say that v has dimension 0, that is dimension of v equal to 0 ആയിരിക്കും. ഓക്കെ, the next നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. We have seen that the subset S is equal to set of all 1001. ഈ set of all S is equal to 1001 എന്നാൽ ആർ സ്ക്വയറിൻ്റെ ഒരു ബേസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്? എസ് ഒരു ബേസിസ് ഓഫ് ആർ സ്ക്വയർ ആണ്. കാരണം നമ്മൾ പ്രൂവ് ചെയ്താണ് എസിലെ എലമെൻറ്റ്സ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു ആർ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഇൻഡിപെൻഡൻസും അതുപോലെ സ്പാനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിസ് പ്രൂവ് ചെയ്തപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ ഈ വിച്ച് ഈസ് എ ബേസിസ് ഓഫ് അവർ ആർ സ്ക്വയർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ആർ സ്ക്വയറിൻ്റെ ഒരു ബേസിസ് ആണ് എസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ എസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ ആർ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ പറയാൻ പറ്റും. ഹെൻസ് ആർ സ്ക്വയർ ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് ആർ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതുപോലെ നമ്മുടെ സെറ്റ് എസ് എസ് ഈക്വൽ ടു E1 E2 എക്സെട്ര En, വേർ E1 ഈക്വൽ ടു 1 0 0 0 എക്സെട്ര, E2 ഈക്വൽ ടു 0 1 0 എക്സെട്ര എക്സെട്ര, En ഈക്വൽ ടു 0 0 1. അതെന്താണ്? ഫോർ ഈച്ച് ജെ ഈക്വൽ ടു 1 2 എക്സെട്ര ടു n, Ej ഈസ് ആൻ n ട്യൂപ്പിൾ ഹൂസ് jth കോർഡിനേറ്റ് ഈസ് 1 ആൻഡ് ഓൾ അതേഴ്സ് കോർഡിനേറ്റ്സ് ആർ 0. ഓക്കെ, ഇത് നമ്മൾ പ്രൂവ് ചെയ്താണ്. ഈ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ R⁻n ഒരു ബേസിസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ എസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണോ അതായിരിക്കും എന്തെന്ന് പറഞ്ഞാൽ ഈ R⁻n ബേസിസ് എന്ന് പറഞ്ഞാൽ. സിൻസ് ഈ എസ് ഈസ് എ ബേസിസ് ഓഫ് അവർ R⁻n, ദെൻ വി സേ ദാറ്റ് R⁻n ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ ആൻഡ് ഡയമെൻഷൻ ഓഫ് R⁻n ഈക്വൽ ടു n കിട്ടും. ഓക്കെ, ദെൻ ഇത് നമ്മൾ പ്രൂവ് ചെയ്താണ്. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ബി ഈക്വൽ ടു 1 x x സ്ക്വയർ എക്സെട്ര x⁻n, the set of all polynomials, okay, correct, set of all polynomials of degree at most n form a basis of the vector space Pn. Pn എന്താണ്? of all polynomials of degree at most n with real coefficient. അപ്പോൾ ഈ ബി എന്ന സെറ്റ് നമ്മുടെ പി എന്നിൻ്റെ ബേസിസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതായിരിക്കും നമ്മളുടെ പി എന്നിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. സോ ഹെൻസ് പി എൻ ഈസ് എ ഫൈനൈറ്റ് ഡയമെൻഷണൽ ആൻഡ് ബിയിൽ എത്ര എലമെൻറ്റ് ഉണ്ട്? 1 x x സ്ക്വയർ എക്സെട്ര x⁻n പ്ലസ് 1 എലമെൻറ്റ്സ് ഉണ്ട്. ഡയമെൻഷൻ ഓഫ് പി എൻ ഈക്വൽ ടു n പ്ലസ് 1 വരും. ഓക്കെ, ദ നെക്സ്റ്റ്, the function space c⁻n of I of n times continuously differentiable function of an interval I. Okay, അപ്പോൾ c⁻n of I പറഞ്ഞാൽ ഇന്റർവൽ ഐൻ്റെ ഉള്ളിൽ n ടൈംസ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെതാണ് സെറ്റാണ് c⁻n of I എന്ന് പറഞ്ഞാൽ. is an infinite dimensional vector space ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്കുള്ളതാണ് ദ n സ്പേസ്. എന്താണ് n സ്പേസ് എന്ന് വെച്ചാൽ? എ വെക്റ്റർ സ്പേസ് ഇൻ n space is any ordered n tuple, that is vector A equal to a1 a2 etc an of real numbers. n tuple ആയിട്ട് വരികയാണ് അതിലൊരു എലമെൻറ്റ് എങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് n സ്പേസ് എന്ന് പറഞ്ഞത്. അപ്പോൾ n സ്പേസിൽ ഏതൊരു വെക്ടർ ആണെങ്കിലും ഈ രൂപത്തിലായിരിക്കും
ഉണ്ടാവുക ആൻഡ് ആർ കാൾഡ് ദി കോമ്പണൻസ് ഓഫ് വെക്ടർ എ. അപ്പോൾ A1 A2 എക്സെട്ര എന്നൊക്കെ എന്താണ് കോമ്പണൻസ് ഓഫ് ദി വെക്ടർ എ. ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ n സ്പേസ് ഈസ് ഡിനോട്ടഡ് ബൈ r⁻n. ഓക്കെ, അപ്പോൾ r⁻n ആണ് n സ്പേസിൻ്റെ വെക്ടേഴ്സിൻ്റെ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യാം. We proved that r⁻n is a vector space with addition and scalar multiplication defined by for any vector a equal to a1 a2 etc an and vector b equal to b1 b2 etc bn belongs to r⁻n and k belongs to r ആണെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് അവിടുത്തെ വെക്ടർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. വെക്ടർ a പ്ലസ് വെക്ടർ b ഈക്വൽ ടു a1 പ്ലസ് b1 a2 പ്ലസ് b2 എക്സെട്ര an പ്ലസ് bn ആൻഡ് k ഇൻറ്റു a ഈക്വൽ ടു എന്താ വരിക k into vector a equal to ka1 ka2 etc kan വരും. Then the zero vector in r⁻n n സ്പേസിലെ സീറോ വെക്ടറിന് ഏത് രൂപത്തിലായിരിക്കുക വെക്ടർ 0 ഈക്വൽ ടു 0 0 0 എക്സെട്ര 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ. ദെൻ ലെങ്ത് ഓഫ് എ വെക്ടർ, ഒരു വെക്ടറിൻ്റെ ലെങ്ത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ദ നൊട്ടേഷൻ ഓഫ് ദി ലെങ്ത് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ a1 a2 എക്സെട്ര an. അപ്പോൾ ഒരു വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ നോം വെക്ടർ എ എന്നാണ്. അതെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an സ്ക്വയർ. അതിൻ്റെ ഓരോ കോഎഫിഷ്യൻറ്റിൻ്റെയും സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് നോം വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് ആണ് നോം വെക്ടർ എ എന്ന് പറഞ്ഞാൽ. ദെൻ ദി ലെങ്ത് ഓഫ് എ വെക്ടർ ഈസ് ആൾസോ കാൾഡ് ഇറ്റ്സ് നോം. ഓക്കെ, ദെൻ എ യൂണിറ്റ് വെക്ടർ, ഒരു യൂണിറ്റ് വെക്ടറിന് എന്താണ് ഒരു യൂണിറ്റ് വെക്ടർ എന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 വരണം. ഓക്കെ, എ യൂണിറ്റ് വെക്ടർ ഈസ് 1 ഹൂസ് നോം ഈസ് 1. ഫോർ എ വെക്ടർ എ ദ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ യു ഈസ് കാൽക്കുലേറ്റഡ് ബൈ. അപ്പോൾ നമുക്ക് ഏതൊരു വെക്ടറിൻ്റെയും യൂണിറ്റ് വെക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ആ വെക്ടറിന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് വെക്ടർ യു എങ്കിൽ വെക്ടർ യു ഈക്വൽ ടു വെക്ടർ എ ബൈ നോം വെക്ടർ എ. വെക്ടർ എ എന്ന് പറഞ്ഞാൽ ആ വെക്ടറാണ്. നോം വെക്ടർ എ എന്താണ് നമ്മുടെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ നോം അല്ലെങ്കിൽ ലെങ്ത് ആണ്. അപ്പോൾ ഏതൊരു വെക്ടറിൻ്റെയും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നോം കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടറാണ് കിട്ടുക. ഈസ് റെഫേർഡ് ടു ആസ് ദി നോർമലൈസിങ് എ വെക്ടർ എ. അപ്പോൾ ഒരു വെക്ടർ എയെ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോർമലൈസേഷൻ അല്ലെങ്കിൽ നോർമലൈസിങ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. If vector a equal to 2 3 0 4 minus 1 എന്നതാണ് which is belongs to r⁻5, the norm of vector a equal to എന്ത് വരും? root of 2 square plus 3 square plus 0 square plus 4 square plus minus 1 square equal to root 30 വരും. അപ്പോൾ ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 30 ആണ്. ഈ വെക്ടർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ആ വെക്ടർ എ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് യൂണിറ്റ് വെക്ടർ കറസ്പോണ്ടിങ് ടു ദി വെക്ടർ എ ഈക്വൽ ടു വെക്ടർ യു ഈക്വൽ ടു എന്താ? വെക്ടർ എ ഡിവൈഡ് ബൈ നോം വെക്ടർ എ. ദാറ്റ്സ് ഈക്വൽ ടു 1 by root 30 into 2 3 0 4 minus 1. ദാറ്റ് ഈസ് ഓരോ കോഎഫിഷ്യൻ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട്? റൂട്ട് 30 കൊണ്ട്. അപ്പോൾ 2 by root 30 3 by root 30 0 4 by root 30 minus 1 by root 30. ഇതെന്താണ്? ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. ഇതിൻ്റെ നോം നമ്മൾ എടുത്ത് നോക്കുക. ഇത് നമ്മൾ ഓരോന്നിൻ്റെ സ്ക്വയർ വെച്ച് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുത്ത് നമുക്ക് ഈക്വൽ ടു 1 ആണ് കിട്ടുക. അതാണ് അതിനെ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ്. ഇന്നർ പ്രൊഡക്റ്റ് ആണ് വെക്ടേഴ്സിലൊരു ഓപ്പറേഷനാണ്. നമ്മൾ ഓൾറെഡി വെക്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഒന്നും കൂടി റീകോൾ ചെയ്യാം. സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റ് ഈസ് ആൾസോ നോൺ ആസ് യുക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റും ഇന്നർ പ്രൊഡക്റ്റും യുക്ലീഡിയൻ ഇന്നർ പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ വേറൊരു പേരാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ എ ഈക്വൽ ടു a1 a2 എക്സെട്ര an ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു b1 b2 എക്സെട്ര bn ഓൾ ബിലോങ്സ് ടു n സ്പേസ്. നമ്മുടെ r⁻n രണ്ട് എലമെന്റ്സ് ആണ് ആയിരിക്കും. ഇവിടെ a1 a2 എക്സെട്ര b1 b2 എക്സെട്ര ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ എ ഡോട്ട് ടു ബി, അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു എന്താ വരിക? a1 a2 എക്സെട്ര an ഡോട്ട് b1 b2 എക്സെട്ര bn. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ കോർഡിനേറ്റ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ കോഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ എക്സെട്ര, nth കോഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് a1 b1 പ്ലസ് a2 b2 പ്ലസ് എക്സെട്ര പ്ലസ് an bn. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ സം ചെയ്യുക, രണ്ടാമത്തെ എലമെന്റ്സ് മൾട്ടിപ്ലൈ, അങ്ങനെ എല്ലാം കൂടി സം ചെയ്യുക. ദാറ്റ് ഈസ് എ ഡോട്ട് ബി ഈക്വൽ ടു a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 പ്ലസ് എക്സെട്ര an bn ആണ് വരിക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നോക്കി വെക്കുക. എന്താണ് ലെങ്ത്, ഇന്നർ പ്രൊഡക്റ്റ്, യൂണിറ്റ്, വെക്ടർ ഒക്കെ എന്താണെന്ന് നോക്കുക.